ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോവാണ്ടാ. എങ്ങനെ വേൾഡ് കപ്പ് എല്ലാവരും കാണണ്ട. ഇവിടെ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട്. ചില ദിവസങ്ങൾ അപ്പാപ്പൻ 10:30 വൈകുന്നേരം 10:30 ഉണ്ടാവില്ല, വെളുപ്പിനൊക്കെ എനിക്ക് അലാറം വെച്ച് അപ്പാപ്പനെ എനിക്കിരുന്ന് കാണുന്നുണ്ട്. ഞാൻ പിന്നെ ചിലപ്പോൾ 1 മണിക്ക് ആകുമ്പോഴോ 1:30 ആകുമ്പോഴായിരിക്കും കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് മടിയണ്ട. ഞാൻ കാണാറില്ല. പക്ഷെ എനിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ കഥകൾ കേൾക്കാട്ടോ. ഇത് എങ്ങനെ അടിച്ചു, ഓള് ഇങ്ങോട്ട് അടിച്ചു, അങ്ങനെയൊക്കെ പാപ്പം പറയാറുണ്ട്. പിന്നെ പല്ലിൻ്റെ കാര്യമാണെങ്കിൽ റൂട്ട് കനാൽ കഴിഞ്ഞു. ഇന്ന് മറ്റേ പല്ല് റൗണ്ട് കട്ടിങ് ആയിരുന്നു. ഇങ്ങനെ ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത് ഇതാക്കി വെക്കണം. അപ്പോൾ അത് ചെയ്യായിരുന്നു. അത് റൗണ്ട് കട്ട് ചെയ്തു. ഇനി 3-4 ദിവസം കൂടി അവർ ക്യാപ്പിനുള്ള അളവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അപ്പം അതെടുത്തു. അതുപോലെ തന്നെ 3-4 ദിവസം കഴിയുമ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പല്ലിൻ്റെ കാര്യം സെറ്റായി. എനിക്ക് എന്താ റൂട്ട് കനാൽ ചെയ്തിട്ടും ഇപ്പം ഞാൻ ഇന്ന് ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്താ പറയുക, പല്ലിനൊരു ഒരു വേദനയില്ല, എന്നൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല, ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മെഡിസിൻസ് ഇഞ്ചെക്ട് ചെയ്താൽ പ്രശ്നമായിരിക്കും, പിന്നെ പെയിൻ കില്ലർ കാര്യങ്ങൾ കഴിക്കില്ലല്ലോ, പിന്നെ ആൻറ്റിബയോട്ടിക് പല്ലിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര ഇതിലുള്ള ആൻറ്റിബയോട്ടിക് പ്ലെയിൻ ആൻറ്റിബയോട്ടിക് തരാൻ പറ്റുള്ളൂ, അത് കഴിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ 2-3 ദിവസത്തേക്ക് പ്രശ്നം ഉണ്ടാവും, അത് കഴിയുമ്പോൾ ഓക്കെ ആവുന്ന പറഞ്ഞേക്കണേ. ഞാൻ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വേദന ഉണ്ടാവില്ല, കാരണം ഈ വേദന സഹിക്കാൻ അക്രമ വേദന അൺസൈക്കബിൾ എന്ന് പറയില്ലേ. ഭയങ്കര വേദന കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ പറയായിരുന്നു എനിക്ക് അബ്രുവിനെ പ്രസവിച്ചപ്പോൾ പോലും ഇത്ര വേദന എടുത്തിട്ടില്ല. അബ്രുവിനെ പ്രസവിക്കലേക്ക് പെട്ടെന്ന് നടന്നു. പക്ഷെ പല്ല് വേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര അക്രമാട്ടോ. ആംബുലൻസാ ആംബുലൂർക്ക് പോണ്ടാ? എവിടെ എന്നിട്ട് കൈ പൊക്കണേ. യാത്രയാവാനാ? അപ്പാപ്പനെ യാത്രയാക്കാൻ പോവാ? കൊച്ചിന്റെ ഡ്യൂട്ടി അപ്പാപ്പനെ യാത്രയാക്കി വിടാനുള്ളത്. അയ്യോ ദേഷ്യം വന്നിട്ട് അബ്രുവിന്. അയ്യോ ആര് ബബ്ബേ ആര് എങ്ങിടാന്ന് അങ്ങിടുന്നില്ല. ജീപ്പില് പോവാ. ജീപ്പിന്റെ താക്കോൽ എവിടെയാ? അവിടെ ഉണ്ടാ. എന്നിട്ട് ബൈ ബൈ പോണ്ടാ? ബൈ ബൈ. എങ്ങടാ അപ്പൊ അവിടെ ഇരിക്കുന്നേ? അപ്പാപ്പ എപ്പഴത്തേക്കിലും ഇരുന്നു. അപ്പാപ്പ സ്പ്രേ അടിച്ചിട്ടുണ്ടാവും കാലത്ത് തന്നെ. എന്തിട്ട് കാണിക്കണോ ബ്രോ? അമ്മേ ഭയങ്കര പങ്കോട്ടുള്ളത്. ഉപ്പിടാൻ അപ്പാപ്പനോട് ഉപ്പിടാൻ. മാങ്ങ മാങ്ങ കഞ്ഞീനാ. എന്നിട്ട് അതും ചെയ്യണേ? പമ്പറില് കുളിപ്പിക്കാന്ന പാപ്പനെയാ? എന്തിനാ? നീയാണപ്പൊ മേക്കപ്പ് ചെയ്ത് കൊടുക്കണ ആള്? മേക്കപ്പറാ നീ? ഓശോ, അതിന്റെ ലിപ്സ്റ്റിക്കാ ചെയ്യണ? അയ്യോ അയ്യോ. അപ്പാപ്പ എങ്ങനെ പോണേ? എങ്ങനെ പോണേ?
ദേ വന്നു ചേട്ടൻ കണ്ടു എന്നിട്ടാ അതെടുക്കണേ ഇപ്പൊ കിട്ടാൻ അവിടെ കണ്ടുടി പോലീസ് കണ്ടുടി ഉണ്ണി പോണ്ടടി അവിടെ പോന്നെ അവിടെ പോലീസുണ്ടാവും അവിടെ പകല് പോന്നു എവിടെയാക്കുക അമ്മേനെ കൂടെ കൊണ്ടോണ എന്തിനു മേടിക്കില്ലേ പറയും പഴണോ വേണ്ടതിന് അപ്പാപ്പൻ ജീപ്പി പൊക്കോ ഉണ്ണില്ല അല്ലേ ഞാനും ഉണ്ട് ആ അപ്പുറം ബൈ ബൈ ആയിരുന്നു കണ്ട അല്ല ഉണ്ണിയെ പട്ടീനെ പിടിക്കടാ ആ അതിന്റെ ഒരു കുറവും കൂടി അയ്യോ അയ്യോ എന്റെ ഷർട്ടൊക്കെ ഇന്ന് നമുക്ക് അപ്പം പോയി വീട്ടിലെ സ്പെഷ്യൽ എന്നിട്ടാന്ന് മനസ്സിലാട്ടാ മത്തങ്ങയും പയറും എരിശ്ശേരി വെച്ചിട്ടുണ്ട് ഇതിനെ ഞാൻ നല്ല കുനുകുനുകൂനോന്ന് വീണ്ടും ഉടക്കിയായിരുന്നു എനിക്കിനി ഇതിങ്ങനെ ഉടങ്ങിയിരിക്കുന്നത് ഇഷ്ടം പിന്നെ ഉണക്കസ്രാവ് വറുത്തു ഇതെനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ എന്തിട്ടുള്ളതെന്ന് അറിയാം ഇന്നലത്തെ സാമ്പാറുണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം ചക്കടി ഉണ്ടാക്കിയിട്ടുണ്ടായി അതുണ്ട് അത് ചോറൂണ് കഴിയുമ്പോഴേ തിന്നാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് ചോറ് കൊടുക്കണം എന്നിട്ട് ബാക്കി ഞാൻ കഴിക്കുള്ളൂ കാരണം അല്ലെങ്കിൽ ഇവൻ കഴിച്ചെന്നും ബാക്കി വെക്കും കുറെ അത് കാട്ടിക്കളയേണ്ടിയല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫസ്റ്റ് കൊടുക്കും അതെങ്കിൽ ഞാൻ അങ്ങനെയാണ് പതിവ് കാലത്ത് ഒരു സംഭവം ഉണ്ടായി നമ്മുടെ ആദ്യം വണ്ടി ഓടിക്കായിരുന്നു ഞാൻ അങ്ങനെ നടക്കായിരുന്നു അബ്രുവിനെ മറ്റേ വണ്ടിയിൽ തള്ളി നടക്കാൻ ഇവൻ ബാക്കിൽ കൂടെ വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുന്ന പരിപാടി ഉണ്ട് പക്ഷെ ഞാൻ ഇടിച്ചാൽ ചീത്ത പറഞ്ഞാലും അത് കളിക്കുന്നതാണ് അപ്പൊ പിന്നെ അങ്ങനെ വിട്ടു ഇന്ന് ഇവൻ ഇടിച്ചപ്പോ കുറച്ച് ഇടി ഹീണമായി വേറെ ഒന്നല്ല പറ്റിയേ എൻ്റെ പാദസരത്തിന്റെ കുളത്ത് ഇങ്ങനെ പൊട്ടാറായി നിൽക്കണ്ട് ഇപ്പൊ ഇത് അകന്ന് ഇങ്ങനെ നിൽക്കണ് പൊട്ടാറായിട്ട് നിൽക്കണ്ട് ഇനിയിപ്പോ അത് അപ്പച്ചൻ വന്നിട്ട് വേണം അത് കുളത്ത് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ വാങ്ങിക്കാൻ നല്ല എളുപ്പമാണ് നല്ല തീ പിടിച്ച വിലയും എങ്ങനെ വാങ്ങിക്കാനാ എൻ്റെ ദൈവമേ ഓരോ പണികൾ കഴിയുമ്പോൾ ഓരോ പണികൾ കിട്ടണതേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ പണി അങ്ങനെ പൊട്ടുമെന്ന് വിചാരിച്ചില്ല പൊട്ടിയിട്ടില്ല പക്ഷെ ഇങ്ങനെ കുളത്തിങ്ങനെ ആകുന്നേക്കെ പക്ഷെ നമ്മളിത് വളയ്ക്കുമ്പോൾ അത് പൊടിയോന്നാണ് എൻ്റെ സംശയം അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പച്ചനറിയാണ്ടാണോ വീഡിയോ എടുക്കണേന്ന് പിന്നെ അതുപോലെ തന്നെ ആ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാൻ തോന്നി അപ്പച്ചനും അമ്മച്ചിക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണോ അതിനെക്കുറിച്ചും കൂടി പറയാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഇത് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചത് അപ്പൊ അപ്പച്ചനെ അറിയാണ്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പച്ചൻ കാണുന്നുണ്ട് നമ്മൾ എന്തായാലും ഫോൺ പിടിക്കണ കാണുമ്പോഴും വീഡിയോ എടുക്കുന്നതാണെങ്കിലും അപ്പച്ചൻ കാണുന്നുണ്ട് ഇപ്പൊ മീനൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോ ചിലപ്പോൾ ഞങ്ങൾ എണിച്ചിട്ടുണ്ടാവില്ല വെളുപ്പിന് അപ്പച്ചൻ പോവാ വെളുപ്പിന് പോയിട്ടൊരു 6 മണി ചിലപ്പോൾ 6 മണി 6:30 ആകുമ്പോഴേക്കും ചിലപ്പോൾ 7 മണി ആകുമ്പോഴേക്കും വരും അപ്പൊ ഞങ്ങളൊന്നും എണിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അപ്പച്ചൻ എന്നെ എണിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് അപ്പച്ചൻ തന്നെ നിർബന്ധിച്ച് വീഡിയോ എടുക്കുക അത് മീൻ മസാല എടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറയും മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറയും അപ്പച്ചന് അങ്ങനെ പറയൂട്ടോ അത് അപ്പച്ചന് ഇഷ്ടമാണ് അപ്പച്ചൻ വീഡിയോയിൽ അധികം സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വീട്ടിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അമ്മിച്ചോട് ഇപ്പൊ എന്തെങ്കിലും ചോദിക്കാം അമ്മിച്ചി ഇപ്പൊ ഒന്നും പറയണില്ലെങ്കിൽ ഞാൻ അമ്മിച്ചോട് പറയും നീ എന്തെങ്കിലും ചോദിക്കുക എന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ സ്റ്റേബിയൊക്കെ മുൻപ് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോ അമ്മിച്ചോട് എന്തെങ്കിലും ചോദിച്ച് എൻ്റെ അടുത്തെങ്കിലും എനിക്ക് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഉത്തരം പറയാറുള്ളൂ എനിക്കത് ആ മീഡിയ അങ്ങനെ അത് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു വേറെ ഒന്നുമല്ല അങ്ങനെ പറയാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു മുൻപ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നമ്മുടെ അപ്പച്ചൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാൻ എന്തോ ഒരു മടി കാരണം ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ച് വീഡിയോ എടുക്കും പക്ഷെ എനിക്ക് അതിനെന്തോ ഒരു മടി തോന്നുന്നു ഇതുവരെ ചെയ്യാത്ത കാരണം അതുകൊണ്ടാണ് അപ്പച്ചൻ നമ്മൾ ചോദിച്ചാലല്ലോ അവർക്കും പറയാൻ പറ്റില്ല അവർക്ക് ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞ് ശീലമില്ലല്ലോ പിന്നെ നമ്മൾ ചോദിച്ച് പറഞ്ഞാൽ അവരെന്തായാലും പറയും പക്ഷെ അതിലേക്ക് ഞാൻ എത്താത്ത കാരണമാണ് അപ്പച്ചൻ നമ്മുടെ വീഡിയോസിൽ അധികം വർത്താനം പറയാത്തത് ഞാൻ ഒന്നും ചോദിക്കാത്ത കാരണം അതിൻ്റെ കാരണമാണ് അധികം വർത്താനം പറയാത്തത് പിന്നെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അപ്പച്ചനുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല അമ്മച്ചിക്ക് വലിയ ഇഷ്ടമുണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചനോട് ഇഷ്ടമുണ്ടായില്ല എന്ന് പറഞ്ഞിട്ടില്ല കാരണം അപ്പച്ചൻ മക്കളുടെ ഇഷ്ടത്തിനാണ് കൂടുതൽ
പ്രയോറിറ്റി കൊടുക്കുന്നത്. അവർക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഉള്ളിലുണ്ടായിട്ടുണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടായിട്ടുണ്ടാവും, എന്തിനിപ്പോൾ ഒരു യൂട്യൂബൊക്കെ തുടങ്ങി ഇതിൻ്റെ പിന്നാലെ നടക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, അമ്മച്ചിക്ക് ഇഷ്ടമില്ലാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇഷ്ടമുണ്ടായില്ല, ഇഷ്ടമില്ലാത്തതല്ല, ഇപ്പം കുഴപ്പമില്ല, ഇല്ലാണ്ടിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ MSc BEd പഠിച്ചേക്കണേ. MSc BEd പഠിച്ചിട്ട് ഞാൻ ഈ യൂട്യൂബും കൊണ്ട് നടന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചേക്കണേ. അപ്പച്ചനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൈസ ഇല്ലാത്ത സമയത്താണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് ഫീസ് തന്ന് ഞാൻ അതുപോലെ റെക്കോർഡുകൾ വരച്ച് കാര്യങ്ങൾ ചെയ്തൊക്കെ പഠിച്ചിട്ട് ഈ യൂട്യൂബിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവോ എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം ഞാൻ യൂട്യൂബ് മാത്രം കൊണ്ടുനടക്കാണ് എന്നെ പഠിപ്പിച്ചിട്ട്. അവർക്ക് അപ്പനും അമ്മയ്ക്കും ജോലി കിട്ടിയ ജോലിക്ക് പോകണമെന്ന് അവർക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടാവും, ഇവർക്കും കാണുന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പം അത് ഇല്ലാതാവോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അപ്പച്ചനും അമ്മച്ചിക്കും. അപ്പച്ചൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ അപ്പച്ചൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും, അമ്മച്ചിക്കും അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ റോട്ടിൽ കൂടെ പോണ വരുന്ന ആൾക്കാരുകൾ വരെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ നമ്മുടെ വഴി കൂടെ പോണ ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും, എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ടാവില്ല. എന്നാലും ഒരു ചേച്ചി ഒരു ദിവസം റോട്ടിൽ കൂടെ പോയിപ്പോൾ എന്നോട് വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു കിട്ടാം. അതുപോലെ അപ്പച്ചൻ്റെ അടുത്താണെങ്കിലും പെട്രോൾ അടിക്കാൻ പോയിപ്പോൾ അവിടുത്തെ ചേച്ചി അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പച്ചനത്, പിന്നെ ബൈക്ക് സർവീസ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചിമാരെയൊക്കെ വർത്താനം പറഞ്ഞു, വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചനും അത് ഇഷ്ടമാണ്. ഇപ്പം ഇഷ്ടമായി തുടങ്ങി. ആദകൂട്ടരെ പുറത്ത് കൊണ്ടുപോകുമ്പോഴെങ്കിലും എല്ലാവരും എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അത്ര ഫേമസ് അല്ല, എന്നാലും ഒരു 2 പേരെങ്കിലും നമ്മളോട് അറ്റ്ലീസ്റ്റ് വർത്താനം പറയാറുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഇപ്പം ഇഷ്ടമായി തുടങ്ങി. പിന്നെ വീഡിയോസ് എടുക്കുന്നതൊക്കെ അപ്പച്ചന് ഇഷ്ടമാണ്. അപ്പച്ചൻ്റെ ഫോണിൽ അപ്പച്ചൻ എന്നും റീൽസ് കാണും കേട്ടോ, എന്നും നമ്മുടെ റീൽസ് കാണും. എന്നിട്ട് റീൽസ് കാണുമെന്ന് പറഞ്ഞാൽ കണ്ട റീൽസ് തന്നെ അപ്പച്ചൻ വീണ്ടും വീണ്ടും കണ്ടുപിടിക്കും. അപ്പം ഞാൻ പറയും, ഇത് ഇട്ടിട്ട് 1 മാസമായാലും ഇപ്പോഴാണ് അപ്പച്ചൻ കാണുന്നതെന്ന് ചോദിക്കും. ഞാൻ ഇന്ന് നമ്മുടെ ഒരു റീലിരുന്ന് കണ്ടിട്ട് എന്നോട് ചോദിക്കായിരുന്നു, ഈ വീഡിയോ എത്ര ആൾക്കാർ കണ്ടു, എത്ര വ്യൂസ് ഉണ്ട്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പച്ചൻ്റെ ഇതിൽ അപ്പച്ചനെ കറക്റ്റായിട്ട് നോക്കാനറിയില്ല, അപ്പോൾ ആൾക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് എന്നോട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ്. അവരറിയാണ്ടൊന്നും അല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, അവരറിഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.